ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൽ ദി സ്റ്റോൺ സൂപ്പ് എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. കഥയുടെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവരൊക്കെ പോയി കാണുക. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കിവിടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് എന്താണ്? മാച്ച് ദ ഫോളോയിങ്. ഡ്രോ ദ ലൈൻസ് ടു മാച്ച് ദി ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദ സ്റ്റോറി. ഇവരെ ഫോട്ടോസ് വെച്ച് സൈഡിൽ ഇവർ കഥയിൽ ചെയ്ത കാര്യങ്ങളുമാണ് പറയുന്നത്. ഈ കഥ വായിക്കാതെ കഥ എന്താണെന്നറിയാതെ ഈ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ കഴിയില്ല. പാഠഭാഗം കാണാത്തവരൊക്കെ തീർച്ചയായും പോയി കാണുക. ഇവിടെ നമുക്ക് നോക്കാം, 4 ഫോട്ടോസാണ് തന്നത്. ആദ്യത്തേത് ആരാണ്? ഒരു ഇതിലുള്ള ഓൾഡ് വുമൺ ആണ്. രണ്ടാമത്തത് ഫാർമർ, മൂന്നാമത്തത് ഓൾഡ് ലേഡി, നാലാമത്തത് യങ് ട്രാവലർ. ഇനി സൈഡിൽ എന്തൊക്കെയാണ് എഴുതിയത്? ആഡഡ് ക്യാരറ്റ്സ്. ഇതിൽ ആരാണ് ക്യാരറ്റ്സ് ആഡ് ചെയ്തത്? ക്യാരറ്റ് ആരായിരുന്നു കൊണ്ടുവന്നത്? യങ് ലേഡി ആണല്ലേ. സോ മൂന്നാമത്തെ ഫോട്ടോയും ഇതും തമ്മിൽ മാച്ച് ചെയ്യാം. അടുത്തത് പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദി പോട്ട്. നമ്മുടെ പാത്രത്തിലേക്ക് കല്ലാരാണ് ഇട്ടത്? നമ്മുടെ യങ് ട്രാവലർ ആണല്ലേ, ചെറുപ്പക്കാരനായ യാത്രക്കാരൻ. സോ നാലാമത്തെ ഫോട്ടോ ഇതിനോട് മാച്ച് ചെയ്യാം. മൂന്നാമത്തത് ബ്രോട്ട് ചിക്കൻ. ആരാണ് ചിക്കൻ കൊണ്ടുവന്നത്? ഫാർമർ ആണ്. സോ രണ്ടാമത്തെ പിക്ചർ ഇതിലേക്ക് മാച്ചാക്കുക. അവസാനത്തത് പുട്ട് ദ പോട്ട് ഓൺ ദി ഫയർ. ആരാണ് പാത്രം അടുപ്പത്തേക്ക് വെച്ചത്? നമ്മുടെ ഓൾഡ് വുമൺ ആണ്. സോ ഫസ്റ്റത്തെ പിക്ചർ ഇതിലേക്ക് മാച്ചാക്കുക. നല്ല ഈസി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സോ എല്ലാവരും ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ആക്ടിവിറ്റി 2 നോക്കിക്കേ. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞതിലും അപ്പുറം ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ദ ട്രാവലർ സെഡ്. ഇവിടെ യാത്രക്കാരൻ പറഞ്ഞു. റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്. ഇവിടെ ആസ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് ദി കറക്റ്റ് വേർഡ്സ് ഫ്രം ദി ബോക്സ്. നമ്മളടുത്ത് പറഞ്ഞത് താഴെ പൂരിപ്പിക്കാനുള്ളത് ബോക്സിൽ കുറച്ച് വേർഡ്സും തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഏതാണോ യോജിച്ചത് അതെടുത്ത് ഓരോ സെൻറ്റൻസിലും എഴുതാനാണ്. ആസ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻസ് ആണ് ഉപയോഗിച്ചത്. ആസ് എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് വായിച്ചു നോക്കിയേ. ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡേഷ് ആസ് എ ജിറാഫ്. എന്താണ്? സർക്കസിലുള്ള ആള് ജിറാഫിനെ പോലെ എന്താണ്? ക്ലിയർ എന്നാണോ, സ്ലോ ആണോ, ബിസി ആണോ, ടോൾ ആണോ, കോൾഡ് ആണോ? നമുക്കറിയാം ജിറാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടോൾ, ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരാളാണ്, നീളമുള്ളതാണ്. സോ നമുക്ക് എന്ത് പറയാം? ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ടോൾ ആസ് എ ജിറാഫ്. ഒരു ജിറാഫിനെ പോലെ നീളമുള്ള ആളാണ് നമ്മുടെ സർക്കസിലുള്ള ആളെന്നാണ് പറയുന്നത്. സോ ആസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലെ. സോ ഇവിടെ ഈ ലൈനിൽ യോജിക്കുന്നത് എന്താണ്? ടോൾ. ഇവിടേക്ക് ടോൾന്ന് എടുത്ത് എഴുതുക. രണ്ടാമത്തെ സെൻറ്റൻസ്, ദ ടീച്ചർ ഈസ് ആസ് ഡേഷ് ആസ് എ ബി. ബീനെ പോലെ എന്താണെന്നാണ്? ക്ലിയർ ആണോ, സ്ലോ ആണോ, ബിസി ആണോ, കോൾഡ് ആണോ? ടോൾ നമ്മൾ എഴുതി, ഇനി അത് എടുക്കേണ്ട ആവശ്യമില്ല. എന്താണ്? ദ ടീച്ചർ ഈസ് ആസ് ബിസി ആസ് ബി. ബീനെ പോലെ ബിസി ആണെന്നാണ് വരിക. ടീച്ചർ തേനീച്ചയെ പോലെ തിരക്കിലാണെന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തത് ദ വാട്ടർ ഫ്രം ദി വാട്ടർഫാൾ. ഈ ചാട്ടത്തിലുള്ള വെള്ളം ഈസ് ആസ് ഡേഷ് ആസ് ക്രിസ്റ്റൽ. ക്രിസ്റ്റലിനെ പോലെ, ഖനിയെ പോലെ എന്താണെന്നാണ്? സ്ലോ ആണോ, ക്ലിയർ ആണോ, കോൾഡ് തണുപ്പാണോ? നമുക്ക് എന്ത് എഴുതാം? ക്ലിയർ എന്നാണ് ഇവിടെ വരിക. എന്താണ്? ക്രിസ്റ്റലിനെ പോലെ അത്രയും ക്ലിയർ ആയിട്ടുള്ളതാണ് വെള്ളം. വെള്ളച്ചാട്ടത്തിലുള്ള വെള്ളം എന്താണ്? നല്ല ക്ലിയർ ആണെന്നാണ് ഇവിടെ വരിക. നാലാമത്തത് ദ കേക്ക് ഈസ് ആസ് ഡേഷ് ആസ് ഐസ്. നമ്മുടെ കേക്ക് ഐസിനെ പോലെ എന്താണെന്ന് എഴുതാം? സ്ലോ, മല്ലനെയാണെന്നാണോ അല്ലെങ്കിൽ കോൾഡ് എന്നാണോ അവിടെ യോജിക്കുക? കോൾഡ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. നമുക്ക് എന്ത് എഴുതാം? കോൾഡ്, തണുപ്പാണ്. ഐസിനെ പോലെ തണുപ്പാണെന്നാണ് ഇവിടെ വരിക. അവസാനത്തത് ദ ടോട്ടോയിസ് ഈസ് ആസ് ഡേഷ് ആസ് നെയിൽ. എന്താണ്? നമ്മുടെ ആമ പാമ്പിനെ പോലെ എന്താണ്? സ്ലോ. ഇവിടെ സ്ലോ മാത്രമേ ഇനി എഴുതാനുള്ളൂ. സോ നമുക്ക് എന്ത് എഴുതാം? മല്ലനെ, സ്ലോ എന്ന് എഴുതാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട്സ്, സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്.
ഫ്രണ്ട്സ്, നിങ്ങളുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി ഇതാ. റീഡ് ദ ഫോളോയിങ് പാസേജ്. താഴെ തന്നിട്ടുള്ള പാസേജിലെ ഈ വരികൾ വായിക്കുക. റീറൈറ്റ് ദി പാസേജ് യൂസിങ് അതർ വേർഡ്സ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ഫോർ ദി അണ്ടർലൈൻഡ് വൺസ്. എന്നിട്ട് ഈ പാസേജിൽ ഓരോ സെൻറ്റൻസിലും ഓരോ വാക്ക് എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അടിവര ഇട്ടിട്ടാണ് തന്നത്. അതെന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ഈ അടിവര ഇട്ട വാക്കുകളുടെ വേറൊരു വാക്ക് നമ്മുടെ കഥയിലുണ്ട്. ആ വാക്കെടുത്ത് ഇവിടേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് ഓരോന്നും ചെയ്തു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ്, വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ്. ഒരു ദിവസം ഒരു യാത്രക്കാരന് ഗ്രാമത്തിൽ എത്തി എന്നാണ്. സോ നമുക്ക് ഈ ഒരു ഭാഗം പറയുന്ന പേജ് എടുത്ത് നോക്കാം. അവിടെ ഇതിന് വേറൊരു വാക്ക് നമുക്ക് കണ്ടുപിടിക്കാം. കഥയിലെ ഫസ്റ്റ് പേജ് തന്നെ പറയുന്നുണ്ട്, എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ് എന്ന്. ഒരു ചെറുപ്പക്കാരനായ ട്രാവലർ യാത്രക്കാരൻ ഗ്രാമത്തിൽ എത്തിയെന്ന്. സോ അറൈവ്ഡിൻ്റെ വേറൊരു വാക്കാണ്, മറ്റൊരു വാക്കാണ് റീച്ച്ഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അവിടെ ആക്ടിവിറ്റിയിൽ അവിടെ എഴുതാനുള്ള സ്ഥലത്ത് എഴുതേണ്ട സെയിം സെൻറ്റൻസ്, വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് എന്നുള്ളിടത്ത് റീച്ച്ഡ് എന്നാക്കി കൊടുക്കുക. ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നതുപോലെ തന്നെ എഴുതുക. അടുത്തത്, ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ ദി ലോങ് ജേണി. നീണ്ട യാത്രയ്ക്ക് ശേഷം അവൻ വളരെ ക്ഷീണിതനായിരുന്നു. ഇതേ കാര്യം തന്നെ നമ്മുടെ കഥയിലും പറയുന്നുണ്ട്. സോ നമുക്ക് ഇതിന് പറ്റിയ വേറൊരു വാക്ക് നോക്കാം. എൻ്റെ ആൻസറും ഫസ്റ്റ് പേജ് തന്നെ ഉണ്ട്. ഹി വാസ് എക്സ്ഹോസ്റ്റഡ്. എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ എന്നാണ്. സോ വെരി ടയേർഡ് എന്നുള്ളിടത്ത് മാറ്റി എക്സ്ഹോസ്റ്റഡ് എന്നാക്കി എഴുതുക. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. അവന് ഗ്രാമത്തിലുള്ള ആൾക്കാരുടെയും ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുടെയും സഹായത്തോടെ സ്റ്റോൺ സൂപ്പ് തയ്യാറാക്കി. ഇവിടെ ഒരു വരി നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ഇനി അടുത്തത് നോക്കാം. ദ സൂപ്പ് വാസ് ഡെലീഷ്യസ്. സൂപ്പ് നല്ല രസമുള്ളതാണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? ഡെലീഷ്യസിന് പകരം നമുക്ക് ടേസ്റ്റി എന്ന് എഴുതാം. സോ അവിടെ അതേ സെൻറ്റൻസ് അതേപോലെ എഴുതുക. ദ സൂപ്പ് വാസ് ഡെലീഷ്യസ് എന്ന് എഴുതാതെ ടേസ്റ്റി എന്ന് എഴുതുക. ഇനി ദേ എൻജോയ്ഡ് ദ സൂപ്പ്. അവർ സൂപ്പ് എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. വൺ ഓഫ് ദി വില്ലേജേഴ്സ് ആസ്ക്ഡ് ദ ട്രാവലർ ഫോർ സച്ച് എ സ്റ്റോൺ. അതിൽ ഗ്രാമങ്ങളിൽ ഒരാൾ അതുപോലത്തെ ഒരു സ്റ്റോണിന് വേണ്ടിയിട്ട് യാത്രക്കാരനോട് ചോദിച്ചു. ദെൻ ദി ട്രാവലർ സെഡ് ദാറ്റ്. അപ്പോൾ ഈ യാത്രക്കാരൻ പറഞ്ഞു, ദാറ്റ് ഇറ്റ് ഈസ് എ ജസ്റ്റ് എ നോർമൽ സ്റ്റോൺ. അതൊരു സാധാരണ സ്റ്റോണാണ്, കല്ലാണ്. ഇവിടെ നോർമൽ എന്നുള്ള വാക്ക് എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിന് പകരമുള്ളൊരു വാക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കണം. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണമായിട്ടുള്ളൊരു സ്റ്റോണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ലാസ്റ്റ് ദ റിയലൈസേഷൻ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് ഇതേ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നോർമൽ സ്റ്റോണിന് പകരം എന്താണ് ഉപയോഗിച്ചത്? ഇവിടെ നോക്കിക്കേ, പേജ് നമ്പർ 105 എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഡിനറി, സാധാരണമായിട്ടുള്ളൊരു കല്ലാണ്. സോ ഈ ഓർഡിനറി എന്നുള്ള വാക്കാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ബാക്കിയൊക്കെ അതേപോലെ എഴുതുക. എന്നിട്ട് നോർമൽ എന്നുള്ളടത്ത് ഓർഡിനറിന്ന് ചേർക്കുക. ദെൻ ദി ട്രാവലർ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. ഫ്രണ്ട്സ്, ഇത്രയും കാര്യമാണ് ആക്ടിവിറ്റി 3 വരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. ഇവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണേ. നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി, ഇറ്റ് സ്മെൽസ് ഗുഡ്. അതൊരു സെൻറ്റൻസ് ആണ്. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. ഇറ്റ് ടേസ്റ്റസ് ഗുഡ്. ഇതിന് നല്ലൊരു രുചിയാണ്. അങ്ങനെ 2 സെൻറ്റൻസ് ആയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഇനി അടിയിൽ ഇത് ചേർത്ത് എഴുതി. അതായത് 2 ഇറ്റ് ഇത് എന്ന് വന്നിരുന്നു. ആ 2 ഇത് എന്നുള്ളത് ഒരു ഇതെന്ന് ഇറ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റസ് ഗുഡ്. ഇതിന് നല്ല രുചിയുമാണ് നല്ല സ്മെല്ലുമാണ് എന്ന് എഴുതി. 2 ഇറ്റ് ഉപയോഗിക്കുന്നതിന് പകരം അവിടെ ആൻഡ് എന്ന് ആ 2 സെൻറ്റൻസിനെയും കൂട്ടിച്ചേർത്തു, ആൻഡ് എന്ന് ഉപയോഗിച്ചിട്ട്. ഇനി ഹിയർ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. ഇവിടെ എന്താണ് ആൻഡ് എന്ന് പറയുന്നത്? ഈ 2 സെൻറ്റൻസിനെയും ജോയിൻ ചെയ്യുന്ന, ഒരുമിപ്പിക്കുന്ന വേർഡാണ്. കമ്പൈൻ ദി ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. നിങ്ങൾക്ക് താഴെയും 2 സെൻറ്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിനെ കമ്പൈൻ ചെയ്യാൻ, അതായത് ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കാൻ. ഇവിടെ ഒന്നാമത്തെ നോക്കിക്കുക, അത് 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പുള്ള
ഫുൾ സ്റ്റോപ്പ് വന്നാൽ ഒരു സെൻറ്റൻസ്, പിന്നെ അടുത്ത സെൻറ്റൻസ് എന്നാണല്ലോ. ഐ വിൽ ഗോ, ഞാൻ പോകും, അതൊരു സെൻറ്റൻസ്. ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് ക്യാരറ്റ്സ് കൊണ്ടുവരാം, അത് വേറൊരു സെൻറ്റൻസ്. ഈ 2 സെൻറ്റൻസിനെയും നമ്മളെടുത്ത് ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടി യോജിപ്പിക്കാനാണ് പറഞ്ഞത്. 2 ഐ വിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നത്. ഐ വിൽ ഗോ, ഐ വിൽ ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ഐ വിൽ എന്ന് എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, ഞാൻ പോയിട്ട് കുറച്ച് എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് ക്യാരറ്റ്സ് കൊണ്ടുവരാം, അങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ 2 സെൻറ്റൻസ് ആയതിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ എഴുതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി രണ്ടാമത്തേത് നോക്കാം. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദി ഡേ, ചെറുപ്പക്കാരനായിട്ടുള്ള യാത്രക്കാരന് ആ ദിവസം മുഴുവൻ നടന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി റീച്ച്ഡ് എ വില്ലേജ്, സ്മോൾ വില്ലേജ്, അങ്ങനെ അവനൊരു ചെറിയ ഗ്രാമത്തിലെത്തിന്. ഇതിനെ നമുക്ക് എങ്ങനെ കൂട്ടിച്ചേർക്കാം? ഇവിടെ നമുക്ക് എഴുതാം എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് റീച്ച്ഡ് എ സ്മോൾ വില്ലേജ് എന്ന് എഴുതാം. ഓക്കെ, ഹീന്ന് എഴുതണ്ട. ഹീന്ന് ആദ്യത്തെ സെൻറ്റൻസിലെ യങ് ട്രാവലർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ രണ്ടാമതും പിന്നെ അവൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരേ സെൻറ്റൻസ് തന്നെ ആവുമ്പോൾ. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് റീച്ച്ഡ് എ സ്മോൾ വില്ലേജ് എന്ന് എഴുതുക. മൂന്നാമത്തത് ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ്, ദ സൂപ്പ് ഈസ് ഫുൾഫില്ലിങ്. സിമ്പിളായിട്ട് മനസ്സിലാവുന്നില്ലേ? എന്ത് ചെയ്താലും മതി. 2 ദ സൂപ്പ് എന്ന് വന്നിട്ടുണ്ട്, നമുക്ക് ഒരു ദ സൂപ്പ് എന്ന് മാത്രം എഴുതിയിട്ട് പിന്നെ ആൻഡിന്ന് എഴുതാം. അതായത് ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ് എന്ന് മതി. ഓക്കെ, രണ്ടാമതും പിന്നെയും ദ സൂപ്പ് എന്ന് റിപ്പീറ്റ് ആവർത്തിക്കേണ്ട ആവശ്യം ഇല്ല. ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. എന്താണ്? നല്ല രുചിയുള്ളതാണ്, സൂപ്പ് നല്ല രുചിയുള്ളതുമാണ്, നല്ല തൃപ്തികരവുമാണ് എന്നാണ് അർത്ഥം. സോ എഴുതിക്കേ, സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ഇനി നാലാമത്തത് ഹി ഡ്രാങ്ക് ദ സൂപ്പ്, അവന് സൂപ്പ് കുടിച്ചു. ഹി കണ്ടിന്യൂഡ് ഹിസ് ജേണി, അവൻ്റെ യാത്ര അവന് കണ്ടിന്യൂ ചെയ്ത് തുടർന്നു. എങ്ങനെ നമുക്കിത് എഴുതാം? അവന് 2 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്, നമുക്ക് ഫസ്റ്റിൽ മാത്രം എഴുതിയാൽ മതി. അതായത് ഹി ഡ്രാങ്ക് ദ സൂപ്പ്, അവന് സൂപ്പ് കുടിച്ചു. ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേണി, പിന്നെ അവൻ്റെ ജേണി കണ്ടിന്യൂ ചെയ്തു എന്ന്. അവൻ്റെ സൂപ്പ് കുടിച്ചു, പിന്നെ അവൻ്റെ യാത്ര തുടർന്നു എന്ന്. ഓക്കെ, അന്നപ്പോൾ എഴുതാം ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേണി. ഹി വാസ് വെരി ഹംഗ്രി, അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഹി വാസ് എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. എന്താണ്? ക്ഷീണിതൻ. ഹി വാസ് എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവന് ക്ഷീണിതനായിരുന്നു. ഇതെങ്ങനെ കൂട്ടിച്ചേർക്കാം? 2ഉം സെയിം വന്നിട്ടുണ്ട്. ഹി വാസ് എന്ന് വന്നിട്ടുണ്ട് ആദ്യത്തെ സെൻറ്റൻസിലും, രണ്ടാമത്തെ സെൻറ്റൻസിലും ഹി വാസ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്നു മതി. ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സ്ഹോസ്റ്റഡ് എന്ന് എഴുതാം. അവൻ നല്ല വിശപ്പുണ്ടായിരുന്നു, അവൻ ക്ഷീണിതനുമായിരുന്നു എന്ന് വരും. ഓക്കെ, സോ നമ്മളവിടെ ആൻഡ് എന്ന് കൂട്ടിച്ചേർക്കുക. അവിടെ ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സ്ഹോസ്റ്റഡ് എന്ന് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. അതിന് മുമ്പേ ആയിട്ട് നമ്മുടേത് ഒരു പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിക്കേ. റീഡ് ആൻഡ് എൻജോയ്, വായിച്ചു രസിക്കാം. റീഡ് ദ സ്റ്റോറി ഓഫ് ഹന്നാസ് ഫൺ സമ്മർ അഡ്വെഞ്ചർ വിത്ത് ചെറീസ്. നിങ്ങളടുത്ത് ഈ താഴെ തന്നിട്ടുള്ള ഈ കഥ വായിക്കാനാണ് പറഞ്ഞത്. നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് വായിക്കാനുള്ളൊരു പ്രവർത്തനമാണ്. ഇവിടെ ചില വാക്കുകൾക്ക് പകരം ചില ഫോട്ടോസാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ കഥ വായിച്ചാലോ. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഇൻ ഹെർ റൂം. ഒരു വെയിലുള്ളൊരു ദിവസം ഹന്ന എന്തായിരുന്നു ചെയ്തത്? പ്ലേയിങ്, കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ഹെർ റൂം, അവളുടെ മുറിയിൽ. ഫാദർ കെയിം ഹോം, അവളുടെ പിതാവ് അച്ഛനെ വീട്ടിൽ വന്നു. വിത്ത് എ കാർ, ഒരു കാറിൽ ഫുൾ ഓഫ്, അവിടെ എന്തിൻ്റെ ചിത്രയാണ് തന്നത്? എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അത് ചെറീസ് ആണല്ലേ. അപ്പോൾ അവളുടെ പിതാവ് വീട്ടിൽ വന്നത് എന്താണ്? കാറ് ഫുൾ ഓഫ് ചെറി ആയിട്ടാണ് വന്നത്.
ഹന്നാസ് പേരൻസ് ടുക്ക് ദ ചെറീസ് ഔട്ട് ഓഫ് ദി കാർ. അങ്ങനെ ഹന്നയുടെ പേരൻസ് എന്താ ചെയ്തത്? ഈ ചെറിയൊക്കെ എന്താണ് കാറിൽ നിന്ന് പുറത്തെടുത്ത്. ആൻഡ് പുട്ട് ദം ഇൻ ദി, എന്നിട്ട് അത് വെച്ച് എവിടെയാ വെച്ചത്? അവിടെ എന്തിൻ്റെ ചിത്രയാണ് കാണുന്നത്? ഫ്രിഡ്ജാണല്ലേ. എന്നിട്ട് അവരെവിടെയാ വെച്ചത്? പുട്ട് ഇൻ ദ ഫ്രിഡ്ജ്. അവിടെ ഫ്രിഡ്ജിൻ്റെ ഫോട്ടോ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം അത് ഫ്രിഡ്ജിലാണ് വെച്ചത്. അവൾ ചെറിയ ഇപ്പോൾ റെഫ്രിജറേറ്ററിൽ വെച്ച്. ഇനി ഹന്ന ഡിസൈഡഡ് ടു ബിൽഡ് എ ബിഗ് ഹൗസ്. എന്താണ്? ഹന്ന തീരുമാനിച്ചു ടു ബിൽഡ് എ ബിഗ് ഹൗസ്, ഒരു വലിയൊരു വീട് നിർമ്മിക്കാൻ അവൾ തീരുമാനിച്ചു. ബൈ പുട്ടിങ് ദി ചെറീസ് ടുഗദർ ഓൺ ദി ഫ്ലോർ. നിലത്ത് ഇങ്ങനെ ചെറീസ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടാണ് അവൾ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ദെൻ ഷീ ടുക്ക്, പിന്നെ അവൾ എടുത്തു എന്ത്? 2 ചെറീസ്, 2 ചെറികൾ എടുത്തു. ആൻഡ് മെയ്ഡ്, എന്നിട്ട് ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത്? ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇയറിങ്സ്, കമ്മലാണല്ലേ. അവൾ കമ്മലുണ്ടാക്കി ഫോർ ഹെർസെൽഫ്, അവൾക്ക് വേണ്ടി. ഷീ സോ എ, അവൾ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എന്താ കണ്ടത്? എന്താ ചിത്രത്തിലുള്ളത്? ഒരു ചെടിയാണല്ലേ, ഒരു പ്ലാന്റ്. ബൈ ദി, എങ്ങനെ അവൾ കണ്ട്? ജനാലിൻ്റെ ചിത്രമാണ്. ജനാലിൻ്റെ ഉള്ളിലൂടെ, വിൻഡോൻ്റെ ഉള്ളിലൂടെ അവളൊരു ചെടി കണ്ടു. ഷീ ബ്രോഡ് ദി ചെറീസ് ആൻഡ് ഹങ് ദം ഓൺ ഇറ്റ്സ് ലീവ്സ്. എന്താണ്? അവൾ ചെറികൾ എടുത്ത് കൊണ്ട് വന്നിട്ട് ഈ പ്ലാന്റ് ഇല്ലേ, അവൾ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട ഈ പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ മുകളിൽ, ഇലൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടു. ദ പ്ലാന്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. വീണ്ടും നമുക്കൊരു പ്ലാന്റിൻ്റെ ചിത്രമാണ്. അതിലെന്തുണ്ട്? ലീവ്സുമേലൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാം? ചെറികൾ ഇങ്ങനെ തൂക്കിയിട്ടത് കാണാം അല്ലേ. എന്നിട്ട് ദ പ്ലാന്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, ഈ പ്ലാന്റ് ഭയങ്കര ഭംഗിയുള്ളതാണ്. ദാറ്റ് ഹന്ന ബ്രോട്ട് എ ഡാഷ് ടു എ ഫോട്ടോ. എന്താണ് ഹന്ന കൊണ്ടുവന്നത്? ഒരു ക്യാമറ കൊണ്ടുവന്നു. എന്തിന്? ടു ടേക്ക് എ ഫോട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹന്ന ഡിസ്ട്രിബ്യൂട്ടഡ്, ഹന്ന വിതരണം ചെയ്തു. എന്താ വിതരണം ചെയ്തത്? ഫോട്ടോയിൽ എന്താണുള്ളത്? നമ്മുടെ ചെറീസ്. അപ്പോൾ ഹന്ന വിതരണം ചെയ്തു എന്ത്? ചെറീസ്. ആർക്കാ കൊടുത്തത്? ടു ഓൾ ഹെർ നൈബേഴ്സ്, അവളുടെ എല്ലാ അയൽവാസികൾക്കും, അടുത്തുള്ള ആൾക്കാർക്ക്. നൈബേഴ്സ് ഗിഫ്റ്റഡ്, എന്നിട്ട് അയൽക്കാർ എന്ത് ചെയ്തു? അവൾക്ക് തിരിച്ച് സമ്മാനിച്ചു. എന്ത്? ഡിഫറെൻ്റ്, വ്യത്യസ്ത തരത്തിലുള്ള, എന്താ ഫോട്ടോയിലുള്ളത്? പിക്ചറിൽ എന്താ ഉള്ളത്? ഫ്രൂട്ട്സ് ആണ് അല്ലേ. എന്നപ്പം നൈബേഴ്സ് അവൾക്ക് തിരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ഫ്രൂട്ട്സ് ഹന്നക്ക് കൊടുത്തു. നൗ ഹന്നാസ് റെഫ്രിജറേറ്റർ, എന്താണ്? നമ്മുടെ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിൻ്റെ ഫോട്ടോ അല്ലേ അവിടെ ഉള്ളത്. ഇപ്പോൾ ഹന്നൻ്റെ ഫ്രിഡ്ജ് എന്താണ്? വാസ് ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ഡെലീഷ്യസ്, പിന്നെയും അവിടെ ഒരു ഫോട്ടോ. എന്താ ഫോട്ടോ? ഫ്രൂട്ട്സും. എന്താ പറയുന്നത്? ഇപ്പോൾ അവളുടെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഫുള്ളാണ് എന്ത്? പലതരത്തിലുള്ള ഫ്രൂട്ട്സ്, നല്ല ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള, നല്ല സ്വാദുള്ള, നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പോൾ അവളുടെ ഫ്രിഡ്ജ് എന്താണ്? ഫുള്ളാണ്, നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ലൊരു കഥയാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു കഥ? അടുത്തത് 5ാമത്തെ പ്രവർത്തനം. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉണ്ടെന്ന്. അതായത് എനിക്കുണ്ട്, എനിക്കൊരു കാറുണ്ട്, നിനക്കൊരു പെണ്ണുണ്ട്, ഞങ്ങൾക്കൊരു വീടുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് ഇല്ലേ. അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് ഹാസും ഹാവും. ഇത് 2 വാക്കിൻ്റെയും അർത്ഥം എന്താണ്? ഉണ്ട് എന്നാണ്. പക്ഷേ എങ്കിൽ ഇത് 2 എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? 2നും ഒരേ അർത്ഥമാണ്. പക്ഷേ ഹാസ് എന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുക, ഹാവ് എന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുക. ഈ ഹാസും ഹാവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹാസ് എന്ന് പറയുന്ന ആൾ സിംഗുലറാണ്, ഹാവ് എന്ന് പറയുന്ന ആൾ പ്ലൂരലാണ്. ഓക്കെ. പക്ഷെ എന്താണ് ഈ സിംഗുലറും പ്ലൂരലും? നമ്മൾ പറഞ്ഞു ഹാസ് എന്ന് പറയുന്ന ആൾ സിംഗുലർ ആണെന്ന്. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരാളാണെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. അതായത് ഇപ്പം പറയാണ് അവൾക്ക് ഉണ്ട് എന്ന്. അവൾ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ. അവൾ എന്ന് പറഞ്ഞാൽ ആ ഒരാൾ, ആ നമ്മൾ പറയുന്ന ഒരു കുട്ടി മാത്രമേ അവിടെ ഉള്ളൂ. അവൾക്ക് ഒരു
ബുക്ക് ഉണ്ട് എന്നാണെങ്കിൽ ഷീ ഹാസ് എ ബുക്ക് എന്നാണ് പറയുക. അവൾ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ്? ഷീന്ന്. ഷീൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ എന്താ നമ്മൾ ഉപയോഗിക്കുക? ഷീ ഒരാളാണ്, അതായത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഹാസ് എന്നാണ് ഉപയോഗിക്കുക. ഇനി ഹി, അവൻ. അവൻ എന്ന് പറയുമ്പോഴും അവൻ ഒരാളല്ലേ. അവന് ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അവന് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഹി ആണ്. എന്ന് പറയുമ്പം അവൻ്റെ നേരെ ഉണ്ട് എന്ന് എഴുതണമെങ്കിൽ അവന് സിംഗുലർ അല്ലേ. സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ ഉണ്ട് എന്ന് പറയാൻ നമ്മുടെ ഹാസിനെയാണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഹി ഹാസ് എ സൈക്കിൾ. എന്താ ഉള്ളത്? സൈക്കിൾ. അവന് ഒരു സൈക്കിൾ ഉണ്ട്. സോ എവിടെ ഹി എന്ന് വന്നാലും ഷീ എന്ന് വന്നാലും ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ ഹാസേ ഉപയോഗിക്കുള്ളൂ. ഹാവ് എന്ന് നമ്മൾ അവിടെ ഒരിക്കലും ഉപയോഗിക്കില്ല. അത് തെറ്റാണ്. ഹീന്നും ഷീന്നും നിങ്ങൾ കണ്ടാൽ അവിടെ ആദ്യം പെട്ടെന്ന് തന്നെ പോയി നിങ്ങൾക്ക് എഴുതാം. എന്ത്? ഹാസ് എന്ന് എഴുതാം. ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് പറഞ്ഞു. ഒരാളാണെങ്കിലാണ് സിംഗുലർ. പ്ലൂരൽ ആണെങ്കിലോ നേരെ തിരിച്ചിട്ടോ, ഒന്നിലധികം ഉണ്ടെങ്കിൽ, ഒരാൾ മാത്രമല്ല ഒന്നിലധികം ആൾക്കാരുണ്ട്. അതായത് വി, ഞങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഒരു 2-3 ആൾക്കാർ കൂടി നിൽക്കുമ്പോഴല്ലേ ഞങ്ങൾ എന്ന് പറയാ. ദേ എന്ന് പറയുമ്പോൾ അവർ, അതും ഒന്നിലധികം ആൾക്കാരുണ്ടാകുമ്പോഴല്ലേ നമ്മൾ അവരെന്ന് പറയുക. കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അവരെ കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുമ്പം ഒന്നിലധികം കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അവിടെ. സോ പ്ലൂരൽ ആകുമ്പോഴാണ് ഹാവ് വരിക. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിലധികം ആൾക്കാർ വേണം. അതായത് വി, ഞങ്ങൾ, ദേ, അവർ എന്നൊക്കെ വേണം. പിന്നെ ഒരു എക്സെപ്ഷൻ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഐ, എനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളാണ്. ഐ നമ്മൾ സിംഗുലറിൽ കൂട്ടില്ല. ഐ ഹാസ് എന്ന് പറയില്ല. എനിക്ക് എന്ന് പറയുമ്പോൾ ഒരാളാണെങ്കിലും അവിടെ ഹാസ് എന്ന് വരില്ല. അത് പഠിച്ചു വെച്ചാൽ മതി. ഐൻ്റെ കൂടെ ആരാണ് വരിക? ഹാവ്. സോ നമ്മൾ ഹാവ് എഴുതേണ്ട 3 ആൾക്കാരാണുള്ളത്. വി, ഞങ്ങൾ, ദേ, അവർ, ഐ, ഞാൻ. സിംഗുലർ ആയിട്ടുള്ള ഹാസിൻ്റെ കൂടെ എഴുതേണ്ട 2 ആൾക്കാരാണുള്ളത്. ഷീ, അവൾ, ഹി, അവൻ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞു ഹാസ് എന്ന് പറഞ്ഞാലും ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട്. ഹാസിൻ്റെ കൂടെ വരുന്ന 2 ആൾക്കാർ ആരായിരുന്നു? ഒന്നുകൂടി പറയാണ്. ഹാസിൻ്റെ കൂടെ ഷീ, അതായത് അവൾ. ഷീ ഹാസ് എന്ന് പറയുമ്പം അവൾക്ക് ഉണ്ടെന്നാണ് വരിക. പിന്നെ നമുക്ക് ഹാസിൻ്റെ കൂടെ വരുന്ന വേറെ 2ാമത്തെ ആളാണ് ഹി, അവൻ. ഹി ഹാസ് എന്ന് പറയുമ്പം അവന് ഉണ്ട് എന്നാണ് വരിക. ഇത് 2 ആൾക്കാർ മാത്രമേ ഹാസിൻ്റെ കൂടെ വരുള്ളൂ. ഇനി അടുത്തതായിരുന്നു ഹാവ്. ഹാവിൻ്റെ കൂടെ 3 ആൾക്കാരാണ്. ഐ, ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ട്. പിന്നെ ദേ, അവർ. ദേ ഹാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ട്. പിന്നെ 3ാമതാണ് വി, ഞങ്ങൾ. വി ഹാവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ ആക്ടിവിറ്റി എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. എനിക്കൊരു ബുക്ക് ഉണ്ട് നമ്മളെങ്ങനെ പറയും? എനിക്ക് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ. ഉണ്ട് എന്നാണെങ്കിൽ ഐൻ്റെ കൂടെ ആരേ വരുള്ളൂ? ഹാവ് മാത്രമേ വരുള്ളൂ. ഐ ഹാവ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ട്. എന്താ ഉള്ളത്? ഒരു ബുക്ക്. എ ബുക്ക് എന്ന് എഴുതുക. സോ ഐ ഹാവ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുക്ക് ഉണ്ട്. ഇനി അവൾക്കൊരു ബുക്ക് ഉണ്ട്. അവളുടെ ഇംഗ്ലീഷ് എന്താണ്? ഷീ. ഷീൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ ആരാ വരിക? ഹാസ്. ഷീ ഹാസ് എ ബുക്ക്. അവൾക്ക് ഒരു ബുക്ക് ഉണ്ട്. ഇനി അവന് ഒരു ബുക്ക് ഉണ്ട് എന്നാണെങ്കിൽ അവൻ്റെ ഇംഗ്ലീഷാണ് ഹീ. ഹീൻ്റെ കൂടെ ആരാ വരിക ഉണ്ടെന്ന് പറയാൻ? ഹാസ്. ഹീ ഹാസ് എ ബുക്ക്. അവന് ഒരു ബുക്ക് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു ബുക്ക് ഉണ്ട് എന്നെങ്ങനെ പറയാം? ഞങ്ങൾക്ക് എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് ഏതാണ്? വി. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ്. ഞങ്ങൾ എന്ന് പറയുമ്പം ഒന്നിലധികം ആൾക്കാരില്ലേ? അതിൻ്റെ കൂടെ ആരാണ് വരിക ഉണ്ടെന്ന് പറയാൻ? ഹാവ്. വി ഹാവ്. ഞങ്ങൾക്ക് ഉണ്ട്. എന്ത്? എ ബുക്ക്, ഒരു ബുക്ക്. സോ ഇത്ര. ഇനി ദേ ആണെങ്കിലോ? ദേ എന്ന് പറയുമ്പം അവർ. ദേ ഹാവ് എ ബുക്ക്. അവർക്കൊരു ബുക്ക് ഉണ്ട്. അവർ എന്ന് പറയുമ്പോഴും അവരുടെ കൂടെ ആരാ വരിക? ദേ ഹാവ് എന്നാണ് വരിക. ദേ ഹാവ് എ ബുക്ക്. അവർക്കൊരു ബുക്ക് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം പഠിച്ചു വെക്കുക. നമുക്ക് നമ്മുടെ 6ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഐ ഹാവ് ചിക്കൻ.
സെഡ് ആൻ ഓൾഡ് ഫാർമർ. ഒരു നമ്മുടെ പാഠഭാഗത്ത് ഒരു പ്രായമായിട്ടുള്ളൊരു ഫാർമർ പറഞ്ഞിരുന്നു, എൻ്റെ കയ്യിൽ എന്താണ് ഈ സ്റ്റോൺ സൂപ്പിലിടാൻ ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പാഠം വായിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇതിലെ ചിക്കൻ ഉണ്ടെന്ന് പറയാൻ അയ്യിൻ്റെ കൂടെ എന്താ വന്നത്? അയ്യി എന്ന് പറഞ്ഞാൽ എനിക്ക്. അയ്യിൻ്റെ കൂടെ എന്താ എഴുതിയത്? ഹാസ് ആണോ? അല്ല, അയ്യിൻ്റെ കൂടെ ഹാവ് ആണ് എഴുതിയത്. ഹാവ് എന്നേ പറയുള്ളൂ. ഐ ഹാവ് ചിക്കൻ, എനിക്ക് ചിക്കൻ ഉണ്ട്. ഇനി നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. ഇനി താഴെ തന്നിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ നോക്കിക്കേ. ആദ്യം ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഐ ആം നിത. അവൾ ആരാണ്? നിത എന്നാണ് അവളുടെ പേര്. ഐ ഹാവ് എ ട്രൈസിക്കിൾ. എന്നിട്ട് അവൾ പറയാണ് എനിക്കൊരു ട്രൈസിക്കിൾ ഉണ്ട് എന്ന്. എനിക്ക് ഉണ്ട് എന്നാണ് അവൾ പറയുന്നത്. ഐ ഹാവ് എ ട്രൈസിക്കിൾ, എനിക്ക് ട്രൈസിക്കിൾ ഉണ്ട് എന്ന്. ഇനി അടുത്ത ചിത്രം, ദിസ് ഈസ് മൈ ഫ്രണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടാണ് മിയ. എന്താണ് ഫ്രണ്ടിൻ്റെ പേരെന്താണ്? മിയ. ഷീ ഹാസ് എ പപ്പി. ഷീ അവൾക്ക് എന്താണുള്ളത്? പപ്പി. ഉണ്ടെന്ന് പറയാൻ എന്താ ഇവിടെ എഴുതിയത്? ഷീൻ്റെ കൂടെ ഹാസ് എന്നാണ് എഴുതിയത്. ഷീ ഹാസ് എ പപ്പി. അവൾക്കൊരു പപ്പി ഉണ്ട്. ഇനി അടുത്തത്, ദിസ് ഈസ് പാൽ. ഇത് പാൽ ആണ്. പാൽ ഈ കുട്ടിയുടെ പേരാണ് കേട്ടോ. ഹീ ഹാസ് എ ക്യാമറ. അവന് ഒരു ക്യാമറ ഉണ്ട്. ഹീൻ്റെ കൂടെ എന്താ വന്നത്? അവന് ഉണ്ട്. ഹീ ഹാസ് എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്ത ചിത്രത്തിൽ രണ്ടാളുണ്ടല്ലേ. വി ആർ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൂട്ടുകാരാണ്. വി എന്ന് പറയുമ്പം ഞങ്ങൾ, ഒന്നിലധികം ആൾക്കാരുണ്ട്. വി ഹാവ് ഫ്ലവേഴ്സ്. ഞങ്ങൾക്ക് പൂക്കളുണ്ട്. ഞങ്ങൾക്ക് പൂക്കൾ ഉണ്ടെന്ന് പറയാൻ വീൻ്റെ കൂടെ ഹാവ് ആണ്. ഉണ്ടെന്ന് പറയാൻ വീൻ്റെ കൂടെ ഹാവ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ചിത്രം, ദേ ആർ കസിൻസ്. അവർ എന്താണ്? കസിൻസ് ആണ്. ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്സ്. അവരുടെ കയ്യിൽ ബുക്ക് ഉണ്ട്. അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയാൻ അവരല്ലേ? ദേ എന്നല്ലേ? ദേൻ്റെ കൂടെ ആരാണ് വരിക? ഹാവ് ആണ് വരിക. ദേ എന്ന് പറയുമ്പം അവർ, ഒന്നിലധികം ആൾക്കാരുണ്ട്. സോ അവിടെ ദേൻ്റെ കൂടെ ഹാവ് എന്നാണ് പറയുക. അതാണ് ഇവിടെ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞത് നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജസ് വിത്ത് ഹാവ് ഹാസ്. നമ്മളെടുത്ത് ഇവിടെ കുറച്ച് ഡാഷുകൾ തന്നിട്ടുണ്ട്. അവിടെ ഏതാണ്? ഹാവ് ആണോ വരിക? ഹാസ് ആണോ വരിക? കറക്റ്റായിട്ട് വരുന്നത് പോയി എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു എവിടെയാണ് ഹാസ് എഴുതേണ്ടത്, എവിടെയാണ് ഹാവ് എഴുതേണ്ടതെന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചു. ഇനി ഈസി ആയിട്ട് എളുപ്പത്തിൽ എഴുതിക്കേ. ആദ്യത്തേത്, ഐ ഡാഷ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവറി ഡേ. എനിക്ക് നല്ല സന്തോഷം അല്ലെങ്കിൽ നല്ല ഫണ്ണുണ്ട് എപ്പോൾ? ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ്, നല്ല രസമുള്ള ഫ്രൂട്ട്സും കളർഫുൾ വെജിറ്റബിൾസും, കളർഫുൾ ആയിട്ടുള്ള പല നിറത്തിലുള്ള പച്ചക്കറികളും കഴിക്കുമ്പോൾ. എവറി ഡേ, എല്ലാ ദിവസവും. സോ നിങ്ങൾ അവിടെ ഐൻ്റെ കൂടെ ആരാ വരിക? ഹാവ് അല്ലേ? ഐ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടെന്ന് പറയാൻ ഐ ഹാവ്, എനിക്കുണ്ട്. ഐൻ്റെ കൂടെ ഹാവ് മാത്രമേ വരുള്ളൂ. സോ നിങ്ങൾ അവിടെ ഹാവ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, വി ഡേസ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡീസ് സ്ട്രോങ്. ഞങ്ങൾ കളിക്കേണ്ടതുണ്ട്. എന്തിന്? ആക്റ്റീവ് ഗെയിംസ്, നല്ല ആക്റ്റീവായിട്ടുള്ള ഗെയിംസ്. ടു മേക്ക് അവർ ബോഡി സ്ട്രോങ്, ഞങ്ങളുടെ ശരീരം നല്ല സ്ട്രോങ്, ശക്തിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കളിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുണ്ട്. അവിടെ എന്താ വരിക? ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ് ആണ് വരിക. വീൻ്റെ കൂടെ ഹാവ് ആണ് വരിക. സോ നിങ്ങളവിടെ വി ഹാവ് എന്ന് എഴുതി കൊടുക്കുക. അടുത്തത്, മൈ ഫ്രണ്ട് മിയ ഡേഷ് എ സൂപ്പർ പവർ ബിക്കോസ് ഷീ ഡ്രിങ്ക്സ് ലോഡ്സ് ഓഫ് വാട്ടർ. എൻ്റെ ഫ്രണ്ട് മിയക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട്, ഒരു ശക്തി ഉണ്ട്. കാരണം എന്താണ്? അവൾ കുറേ വെള്ളം കുടിക്കുന്നത് കൊണ്ട്. മിയക്ക് ഉണ്ട് എന്നാണ് പറയേണ്ടത് ഇവിടെ. മിയ എന്ന് പറയുമ്പം ഒരു കുട്ടിയല്ലേ, ഒരാളല്ലേ. സോ മിയൻ്റെ കൂടെ ഹാസ് എന്നാണ് വരിക. അവിടെ ഹാസ് എന്ന് എഴുതി കൊടുത്തേ. അടുത്തത്, മൈ ബ്രദർ പാൽ. എൻ്റെ ബ്രദർ, എൻ്റെ അനിയന്
പാൽ എന്ന് പറഞ്ഞാൽ ഡേഷ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി. അവന് നല്ലൊരു സ്വഭാവമുണ്ട്. എന്താണ്, അവന് ബെഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോവും. പാൽ എന്ന് പറഞ്ഞ ഒരു ഒരു ബോയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. പാൽ എന്ന് പറയുന്നത് ഒരാളല്ലേ, ഒരു കുട്ടിയുടെ പേരല്ലേ. സോ അവിടെ എന്ത് എഴുതാം, ഹാസ് എന്ന് എഴുതാം. അടുത്തത് ദേ ഡേഷ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് അസ് ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്. അവർ എന്താണ് കണ്ടെത്തിയത്, ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള തീരുമാനങ്ങൾ അവരെ നല്ല ശക്തിയുള്ള സ്ട്രോങ് ആക്കും, ഗ്രേറ്റ് ആക്കും എന്നാണ് പറയുന്നത്. ദേൻ്റെ കൂടെ എന്താണ്, ദേ എന്ന് പറഞ്ഞാൽ അവർ ആണ്. ദേ എന്നുമ്പോൾ അവർ എന്ന് പറയുമ്പം ഒന്നിലധികം ആൾക്കാരുണ്ട്. സോ അവിടെ ഹാവ് ആണ് വരിക. ദേ ഹാവ് ഫൗണ്ട് എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. സോ ഈ ഒരു ആക്ടിവിറ്റി നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും കമൻ്റായിട്ട് ചോദിക്കുക. ഇത് നല്ല രസകരമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്, പരസ്യം. ഇവിടെ താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ. JR ഫ്രൂട്ട് ഷോപ്പ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. നല്ലൊരു ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു കടയുടെ പേരാണ് JSR ഫ്രൂട്ട് ഷോപ്പ്. ഇതൊരു പരസ്യമാണല്ലേ, ഒരു ഷോപ്പിൻ്റെ ഒരു പരസ്യമാണ്. ഇനി നിങ്ങളടുത്ത് പറഞ്ഞത് ദ വില്ലേജേഴ്സ് ലേൺഡ് ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് എന്ത് മനസ്സിലായി, ഭക്ഷണങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ്. അവർ ഗ്രാമത്തിൽ ഒരു ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന ഒരു കോർണർ, ഒരു സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ദേ വാണ്ടഡ് എവരി വൺ ടു നോ എബൌട്ട് ഇറ്റ്. അവർക്ക് ഇതെല്ലാവരെയും അറിയിക്കണം. മേക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഓപ്പണിങ് എ ഫ്രീ ഫുഡ് കോർണർ. അങ്ങനെ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഫുഡ് കോർണർ തുടങ്ങുന്നതിനെ കുറിച്ചാണ് നമ്മളെടുത്തൊരു പരസ്യം തയ്യാറാക്കാൻ പറഞ്ഞത്. പ്രിപ്പയർ എ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദിസ് സെയിം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിജിറ്റൽ അഡ്വർടൈസ്മെൻ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. എന്താണ് നമ്മുടെ പരസ്യത്തിൽ പറയുന്നത്, ഇന്ന് ഒരു ഫ്രീ ഫുഡ് കോർണർ നമ്മുടെ ഗ്രാമത്തിൽ തുടങ്ങുന്നുണ്ടെന്നാണ് നമ്മൾ പറയേണ്ടത്. അത് നല്ല ഫോട്ടോസും ഒക്കെ കൊടുത്ത് നല്ല കളർഫുള്ളായിട്ട് പല നിറങ്ങളിൽ എഴുതിയിട്ട് അങ്ങനെ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് എഴുതാണ് വേണ്ടത്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. ാണ് ഞാൻ തയ്യാറാക്കിയൊരു പരസ്യം, ഫ്രീ ഫുഡ് കോർണർ. ആദ്യം എന്ത് കൊടുക്കുക, എന്താണ് ഫ്രീ ഫുഡ് കോർണർ, അതാണല്ലോ നമ്മുടെ വിഷയം. ഗ്രാൻഡ് ഓപ്പണിംഗ്, നല്ലൊരു ഓപ്പണിംഗ് എന്താണ് തുറക്കുന്നുണ്ട്. ഓൾ ആർ വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. എന്നാണ് തുറക്കുന്നത്, ഓപ്പൺസ് ദിസ് സൺഡേ അറ്റ് 10 AM. ഈ ഞായറാഴ്ച 10 മണിക്കാണ് ഇത് തുറക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസവും ഡേറ്റും സമയവും എഴുതാം. എന്നിട്ട് കം ഓൺ എൻജോയ് ടേസ്റ്റി ഹെൽത്തി ഫുഡ്. എന്താണ്, എല്ലാവരും വന്ന് നല്ല രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുക. അബ്സല്യൂട്ട്ലി ഫ്രീ. എന്താണ് ഇതൊക്കെ, എന്താണ് ഫ്രീ ആണ്, പൈസ വേണ്ട. ലെറ്റ്സ് ഷെയർ കെയർ ആൻഡ് ഈറ്റ് ടുഗദർ. നമുക്കിതൊക്കെ ഷെയർ ചെയ്ത് പരസ്പരം ഷെയർ ചെയ്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കെയർ ചെയ്തിട്ട് ഈറ്റ് ടുഗദർ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇതാണ് ഞാനിവിടെ തയ്യാറാക്കിയ പരസ്യം. നിങ്ങൾക്കും ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ളൊരു പരസ്യം നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ തയ്യാറാക്കുക. അടുത്തത് ആക്ടിവിറ്റി 8. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്. നിങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കാൻ അറിയോ എന്നാണ് ചോദിക്കുന്നത്. അറിയോ? ഹിയർ ആർ ദി സ്റ്റെപ്സ് ടു മേക്ക് എ കേക്ക്. എന്നാൽ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുക, അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ. ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങളെടുത്ത് താഴെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞത്. ടു മേക്ക് എ ഡെലീഷ്യസ് കേക്ക്. എന്നിട്ട് നമുക്കൊരു ഡെലീഷ്യസ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പഠിച്ചതാണല്ലേ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കേക്ക് തയ്യാറാക്കാം എന്നാണ് പറയുന്നത്. ആദ്യത്തെ പിക്ചറിൽ എന്താണ് പറഞ്ഞത്, ടേക്ക് 3 cups ഓഫ് ഫ്ലോർ, 3 eggs, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. ഇത് കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക് അലങ്കരിക്കുക. പ്യുവർ ഔട്ട് ദ ഡഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാവ് ഒഴിക്കുക. ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. ഈ ഷുഗറും പഞ്ചസാരയും പാലും മിൽക്കൊക്കെ ഈ മിക്സ്ചറിലേക്ക് ചേർക്കുക. ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവനിൽ ബേക്ക് ചെയ്യുക കേക്ക്. ആഡ് എഗ്ഗ്, കോഴിമുട്ട ചേർക്കുക. മിക്സ് ദ ഫ്ലോർ. ഈ ഒരു ഫ്ലോർ മിക്സ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് ഓർഡറിൽ എഴുതി നോക്കാം.
ഞാനിവിടെ സ്റ്റെപ്സ് ഓർഡറിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ടേക്ക് 3 കപ്സ് ഓഫ് ഫ്ലോർ. ആദ്യം നമ്മൾ എന്താണ് ഈ പൊടി എടുക്കുകയാണ്. എന്നിട്ട് 3 eggs, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പിന്നെ ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദി മിക്സ്ചർ. എന്നിട്ട് ഈ മിക്സ്ചറിലേക്ക് നമ്മൾ ഇതൊക്കെ ചേർക്കുക. ആഡ് എഗ്ഗ്, മുട്ട ചേർക്കുക. മിക്സ് ദ ഫ്ലോർ. ഇത് പൊടി മിക്സ് ചെയ്യുക. പിയർ ഔട്ട് ദ ഡഫ്, ഈ മാവ് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ. എന്നിട്ട് ഈ ഓവനിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യുക. ഏറ്റവും ലാസ്റ്റാണ് ഡെക്കറേറ്റ് ദ കേക്ക്. ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുക. ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റിയാണ് അൺസ്ക്രാമ്പിൾഡ് ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദി വേർഡ്സ് ഫ്രം ദി സ്റ്റോറി. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ലെറ്റേഴ്സ്, ഇങ്ങനെ ഒരു വാക്കാണ് ഇവിടെ തന്നത്. എങ്ങനെയാണ് കുറച്ച് സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് തന്നത്. നമ്മൾ ഓർഡറിലേക്ക് എഴുതണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് സ്മോൾ എന്നാണ്, രണ്ടാമത്തേത് കോട്ടേജ് ആണ്, മൂന്നാമത്തേത് നത്തിങ്, നാലാമത്തേത് ട്യൂൺ, അഞ്ചാമത്തേത് ഹമ്മഡ്. ഹമ്മഡ് എന്ന് പറഞ്ഞാൽ മൂളിപ്പാട്. ഈ വാക്കുകളൊക്കെ നമ്മുടെ സ്റ്റോറിയിലുള്ള വാക്കുകളാണ്. ആറാമത്തേത് ഡെലീഷ്യസ്, 7 ഒണിയന്, 8 യങ് എന്നാണ്, 9 പോക്കറ്റ് ആണ്. സോ ഇനി നമ്മളടുത്ത് പറയാണ് സെലക്ട് ദി ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദി റെഡ് ബോക്സസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബോക്സ് ഗിവൺ ബിലോ. ഇതൊക്കെ നമ്മൾ എഴുതിയിട്ട് റെഡ് കളറിലുള്ള ബോക്സിൽ ഏത് ലെറ്റർ ആണോ വന്നത് അതൊക്കെ താഴേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് ഈ ലെറ്റേഴ്സൊക്കെ നമുക്ക് റെഡ് ബോക്സിലുള്ളതൊക്കെ എഴുതുമ്പോൾ നമുക്ക് സ്റ്റോൺ സൂപ്പ് എന്നാണ് കിട്ടുക. അതാണല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. സോ നിങ്ങളവിടെ സ്റ്റോൺ സൂപ്പ് എന്ന് എഴുതി കൊടുക്കുക. സോ നമുക്ക് ഈ പാഠത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസിലെല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. ഓക്കെ, താങ്ക് you friends.